നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഒരു വലിയ ആരോപണവും ഒരു പരാതി ഇപ്പൊ നടക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇമെയിൽ ആരോ എവിടെന്നോ അയച്ചിട്ടുള്ള ഒരു ഇമെയിലിന്റെ പേരിൽ ഒരു SIT ഒക്കെ രൂപീകരിച്ച് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് MLA അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവം ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഉശിരുമ്പുളിയുള്ള പോലീസ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ വളരെ ഗുരുതരമായ ഒരു കേസ്, ഒരു പരാതി കൊടുത്തിട്ട് 112 വിളിച്ച് പരാതി പറഞ്ഞിട്ടും പോലീസ് വന്നിട്ട് മന്ത്രി ആയതുകൊണ്ട് തിരിച്ചുപോയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ഒരു പരാതി DGPക്ക് കൊടുത്തിട്ടുണ്ട്. ആ DGPക്ക് കൊടുത്ത പരാതി ഞാനൊന്ന് വായിക്കാം. സർ, വിഷയം 112 നൽകിയ പരാതിയിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിന്റെ വാളകം കീഴോട്ട് വീട്ടിൽ നടന്ന ചില സംഭവങ്ങളും അത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതും താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ പരാതി. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് മാർച്ച് 7 2026 മാർച്ച് 7 ഉച്ചയ്ക്ക് ശ്രീ ഗണേഷ് കുമാറിന്റെ ഭാര്യ വാളകത്തെ കീഴോട്ട് വീട്ടിൽ എത്തിയപ്പോൾ അവരുടെ കിടപ്പുമുറിയിൽ മറ്റൊരു സ്ത്രീയുമായി മന്ത്രി കിടക്ക പങ്കിടുന്നത് നേരിൽ കാണുകയും തുടർന്ന് ബഹളം ഉണ്ടാവുകയും മന്ത്രിയും പരിവാരങ്ങളും അവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിവരം അവർ അപ്പോൾ തന്നെ പോലീസിലും തുടർന്ന് ടോൾ ഫ്രീ നമ്പറായ 112 പരാതി അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഒരു തുടർ നടപടി സ്വീകരിച്ചതായി കാണുന്നില്ല. സംസ്ഥാന മന്ത്രിക്കും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനുമെതിരെ മന്ത്രിയുടെ ഭാര്യ തന്നെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് വളരെ ഗൗരവമുള്ള വിഷയമായതിനാൽ ഇതിന്മേൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും മന്ത്രിക്കും സ്റ്റാഫിനുമെതിരെ ഉടൻ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ആ ഒരു പരാതി. ഇനി ആ പരാതിക്ക് ആസ്പദമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥ കൂടി നമുക്കൊന്ന് പറയണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഈ വാളകത്തെ സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യ, മന്ത്രിയുടെ ഭാര്യ വാളകത്തെ കീഴോട്ട് വീട് എന്ന് പറഞ്ഞ തറവാട് വീടാണ്. വാളകത്തെ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ ബെഡ്റൂമിൽ മറ്റൊരു സ്ത്രീയെ കണ്ടു, മന്ത്രിയോടൊപ്പം കണ്ടു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് ബഹളവും മറ്റു കാര്യങ്ങളുമായി മന്ത്രിയുടെ ഭാര്യ തടസ്സപ്പെടുത്തി. അതിനിടയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള ഡ്രൈവർ ശാന്തൻ ഉൾപ്പെടെയുള്ളവർ തന്നെ മർദ്ദിച്ചുവെന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും പരാതിപ്പെട്ടു. തന്നെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതായും അവർ ആരോപിക്കുന്നു. ഈ ഫോൺ പിടിച്ചു വാങ്ങിയത് ഇത് സംബന്ധിച്ചുള്ള ഫോട്ടോ, ദൃശ്യങ്ങൾ എടുത്തതിനാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ വരിക. ഒന്ന്, മന്ത്രിക്ക് ഇഷ്ടമുള്ള സ്ത്രീയുമായി കിടക്ക പങ്കിടാനുള്ള അവകാശമുണ്ടോ? ഉണ്ട്. മന്ത്രിക്ക് എല്ലാവർക്കും ഉണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധവും മറ്റു കാര്യങ്ങളും പ്രണയവും എല്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിയമവിധേയമാണ്, കുറ്റകരമല്ല. രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാര്യങ്ങൾ നടത്താം, ഒരു കുഴപ്പമില്ല. അതിന് മന്ത്രിയുടെ ഭാര്യ എന്നല്ല, ആരുകൊണ്ട് പരാതി കൊടുത്തിട്ടും കാര്യമല്ല. മന്ത്രിക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും അത് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം കേസിൽ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് കോടതി പറഞ്ഞിട്ട് പോയിട്ടുള്ളതും. അപ്പൊ അത് തന്നെ മന്ത്രി KB ഗണേഷ് കുമാറിനും ബാധകമാവും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇത് കണ്ടു, ഓക്കെ, മന്ത്രിയുടെ പ്രണയം അത് മന്ത്രിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളപ്പോ മന്ത്രി ആരുമായിട്ടും ശാരീരിക ബന്ധം നടത്തും, അത് സ്വാഭാവികം. മന്ത്രിയല്ല, ആരായാലും നടത്തും, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ മന്ത്രിയുടെ ഭാര്യ മറ്റൊരു വ്യക്തിയാണ്, അതൊരു സ്ത്രീയാണ്. അവരെ മർദ്ദിച്ചിട്ടുണ്ട്. അത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം മർദ്ദിച്ചിട്ടുണ്ട്. അവർ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു അതിക്രമമല്ലേ? ഇതൊരു അക്രമമല്ലേ? അതിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്താൽ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അതായത് ഇവിടെ ഒരു സ്ത്രീയെ മുറിക്കുള്ളിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തു, തുപ്പി പിച്ചി എന്നൊക്കെ പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല എന്നുണ്ടെങ്കിലും ഒരു SIT മിനിറ്റുകൾക്കുള്ളിൽ രൂപീകരിച്ച് നടപടി കൊണ്ട് ഇറങ്ങിയ ആഭ്യന്തര വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ തന്നെ കീഴിലുള്ള ഒരു മന്ത്രി മറ്റൊരു സ്ത്രീയെ, അത് തന്റെ ഭാര്യ ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ, അവരെ താൻ മാത്രമല്ല തന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് മർദ്ദിച്ചു എന്നൊരു പരാതി രേഖാമൂലം കിട്ടിയിട്ട് 112 വിളിച്ചറിയിച്ച പ്രകാരം പോലീസ് വന്ന് അന്വേഷിച്ചു പോയിട്ട് മന്ത്രി ആയതുകൊണ്ട് യാതൊരു നടപടി എടുക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മന്ത്രിയുടെ ഭാര്യ, അതൊരു സ്ത്രീയാണ്, സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കണ്ടേ? തന്നെ ആക്രമിച്ചു എന്ന് പരാതി കൊടുത്തിട്ടും ഒരു നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? 112 വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വന്നിട്ട് മന്ത്രിയുടെ കാര്യമായതിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. മന്ത്രിയല്ല, ഏത് കൊമ്പത്തെ രാജാവായാലും ആരായാലും എന്താണ്, ഒരു സ്ത്രീ തന്നെ ആക്രമിച്ചു, തന്റെ ഫോൺ പിടിച്ചു വാങ്ങി, തന്നെ ചവിട്ടി, തന്നെ കുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അതിന് കേസെടുത്ത് ആളെ പൊക്കി അകത്തിടണ്ടേ? ഇവിടെ ഒരു ജനപ്രതിനിധി ഇല്ലായിരുന്നു, ഇതേ മന്ത്രിയെ പോലെ തന്നെ ഒരു ജനപ്രതിനിധി ആയിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തില്. പൊക്കിക്കൊണ്ടുപോയില്ലേ? ഈ ഒരു പരിഗണന അവിടെ കണ്ടില്ലല്ലോ. അതേപോലെ തന്നെ ഈ മന്ത്രിയെ പൊക്കണ്ടേ? വേണ്ടേ? അദ്ദേഹം രാജിവെക്കുമല്ലോ എന്നുള്ളത് വേറെ വിഷയമാണ്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണ്ടേ? നിയമ നടപടി എടുക്കണ്ടേ? മന്ത്രി ആയതുകൊണ്ട് എന്താ? മന്ത്രി എന്ന് പറഞ്ഞ ജനപ്രതിനിധിയല്ലേ? കൊമ്പത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധം നടത്തിയെന്നതല്ല ഇവിടുത്തെ വിഷയം. അത് അദ്ദേഹത്തിന്റെ താല്പര്യം. അദ്ദേഹത്തിന് പ്രണയം ഒന്നല്ല 1000 ഉണ്ടെങ്കിലും ആർക്കും തടയാനൊന്നും പറ്റില്ല. ഇവിടെ അത് കുറ്റവുമല്ല. പക്ഷെ ഒരു സ്ത്രീയെ അതിക്രമിച്ച് പരിക്കേൽപ്പിക്കുക, അവരുടെ മാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, അവരെ ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടിക്കുക, അവരുടെ മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങുക, അവരുടെ മുറിയിലിട്ട് പൂട്ടുക, ഇതൊക്കെ കുറ്റകരമായ കാര്യങ്ങളല്ലേ? അതിന് നിയമ നടപടി വേണ്ടേ? ഇതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ ഒരു മെയിൽ, അത് എവിടെ നിന്നാണ് വരുന്നത്, ആരാണെന്നില്ല, എങ്ങനെയെന്നില്ല, പോലീസിൽ വിളിച്ചു പറഞ്ഞില്ല, 112 വിളിച്ചില്ല, പോലീസുകാർ വന്നില്ല, ഒന്നും ചെയ്തില്ല. ഒരു മെയിൽ മുഖ്യമന്ത്രിക്ക് അയച്ചപ്പോ ആ മെയിൽ സ്വീകരിച്ച് പോലീസിന് കൊടുത്തുകൊണ്ട് SIT രൂപീകരിച്ച ചൂടും ചുണയുമുള്ള സ്ത്രീകളെ രക്ഷിക്കുന്ന, സ്ത്രീകളുടെ എന്താ പറയാ മാനവും അവരുടെ ജീവനും അവരുടെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കുന്ന നമ്മുടെ മന്ത്രി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങാത്തത്? Different angles. Don't forget to subscribe and support this channel.